ഈ ഉദ്ഘാടനത്തിൽ വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നവർ ഒഴിവാക്കുന്നവർ ബി ജെ പിക്കാർ മാത്രമാണോ ശ്രീ പ്രകാശ് മാസ്റ്റർ? ഇതിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. വികസനം രാഷ്ട്രീയാതീതമായി എല്ലാവരുടെയും പിന്തുണ ആവശ്യമുള്ള ഒന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അനുഭവം ഒരു വികസന കാര്യങ്ങളിലും ഈ കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ്റിന് അനുകൂലമായി അതിനെ സഹായിക്കാൻ UDF നിന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ജിൻഡോ ജോണിൻ്റെ കാര്യങ്ങൾ സത്യം കേൾക്കുമ്പോൾ കെറിവുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ NHനോട് കാണിച്ചിരിക്കുന്ന അന്യായം 25% സംഖ്യ മറ്റൊരു സ്റ്റേറ്റിനോട് ചോദിക്കാത്ത രൂപത്തിൽ കേരളത്തോട് ചോദിച്ചത്, ഈ കേരളത്തിലെ MP ആരെങ്കിലും എതിരായിട്ട് പറഞ്ഞോ? UDFിന് ആളുകൾ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആ സംഖ്യ ഈ കേരളത്തിലെ കടമെടുക്കാനുള്ള സംഖ്യ ഇത് വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നഷ്ടം 11,000-ലേറെ കോടിയാണ്. എന്തെങ്കിലും കാര്യം എതിരായിട്ട് പറയാൻ വേണ്ടി വന്നോ? ഇവിടെ ഇതിനെ തടസ്സപ്പെടുത്താൻ ഇവർ രണ്ടുപേരും ഒന്നിച്ചെന്ന കാഴ്ച കേരളം മറന്നിട്ടില്ല. ഇപ്പോൾ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്ന് ഈ പറയുന്ന പദ്ധതി നടപ്പാവില്ല എന്ന് പ്രഖ്യാപിച്ചവരാരാ? അതിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയുണ്ട്, ഇന്നിപ്പോൾ പങ്കെടുത്ത സുരേഷ് ഗോപിയുണ്ട്, അതിനകത്ത് VM സുധീരനുണ്ട്. അവിടെ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്നിട്ട് കീഴാറ്റൂരിൽ വെച്ച് പ്രതിജ്ഞയെടുത്തവർ ഇവരെല്ലാവരും രണ്ടുപേരും ചേർന്നല്ലേ? അപ്പോൾ സത്യം അതിപ്പോൾ കേൾക്കുമ്പോൾ അതിനെ മേൽ കുറ്റം. ഇപ്പം സ്വീകരിച്ച നിലപാട് തീർച്ചയായിട്ടും നല്ല നിലപാട്. പക്ഷേ അവർക്ക് ധൈര്യം ഉണ്ടാവുന്നത് ഇവിടെ UDF സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ജിൻഡോ ജോൺ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരുടെ പിന്തുണ കൊണ്ടാണ് ഇത്തരം നിലപാട് അവർക്ക് എടുക്കാൻ വേണ്ടി കഴിയുന്നത്, ഈ നിലപാട് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ചെയ്യേണ്ട കാര്യം എന്താ? കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ഉപരിതല വകുപ്പ് കേരള പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കഷൻ നടത്തും. അവർ ഉദ്ദേശിക്കുന്ന പരിപാടി ഇവിടെ അയച്ചു കൊടുക്കും. എന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യും. എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് പരിപാടി യഥാർത്ഥ ഫൈനലൈസ് ചെയ്യും. ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തോ BJP-കാരൻ ഇവിടെ റിയാസിന് എന്തോ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഒരു ഇവിടെ BJP-കാരൻ്റെ ആരുടെയും കല്യാണത്തിന് ഞങ്ങൾ ക്ഷണിച്ചില്ല എന്നല്ല, ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന NHൻ്റെ വികസനത്തിൽ ഏറ്റവും ഏറെ പങ്കുവഹിച്ചിരിക്കുന്ന കേരളത്തിലെ അതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ആക്ഷേപം. പൊതുമരാമത്ത് വകുപ്പായിട്ട് ഇക്കാര്യം ചർച്ചയുണ്ടല്ലേ? നേരത്തെ പേര് തീരുമാനിക്കുമ്പോൾ അവരുമായി ഡിസ്കഷൻ ഉണ്ടാവട്ടെ, എന്നിട്ടല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അംഗീകരിക്കേണ്ടത്? അതുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഓരോ മന്ത്രിമാരെയും പ്രകാശ് മാസ്റ്റർ ഇവിടെ പത്രത്തിൽ വന്ന ഈ നോട്ടീസിൽ, ഈ പത്രത്തിൽ വന്ന ഈ പരിപാടിയിൽ അല്ലെ പരസ്യമാണല്ലോ, ആ പരസ്യത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് ഇല്ലാതിരിക്കുകയും ഈ ശിലാഫലം NHA ആയിരിക്കുമല്ലോ ശിലാഫലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി ഇവിടെ കേരളത്തിൽ കരൂരിൽ ഇന്ന് രാവിലെ അടിച്ചുണ്ടാക്കി ആയിരിക്കത്തില്ലല്ലോ. ആ ഫലകത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് വരുന്ന മാജിക്ക് എന്താണ്? അല്ല, ഇതെന്താന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്യുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ്. ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസിയാണ്. അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയല്ലേ വേണ്ടത്. പിന്നെ അവർ ക്ഷണിക്കുന്നിടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇതെന്താ കേരളം എന്താ നിങ്ങളുടെ അടിമേരാജ്യം മറ്റുമാണോ? ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് അല്ലേ? ഇവിടെ 6,000 കോടിയോളം ഉറുപ്പ് ഇതിനുവേണ്ടി ചെലവഴിച്ചൊരു ഗവൺമെൻറ് അല്ലേ? ഈ പദ്ധതി പ്രവർത്തനത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ള കാര്യങ്ങൾ നൽകിയ ഗവൺമെൻറ് അല്ലേ? അവലോകന യോഗം നടത്തിയിരിക്കുന്ന എല്ലാം കേരള ഗവൺമെൻറ് പൊതുമരാമത്ത് വകുപ്പല്ലേ? അവർ വിസ്മരിക്കാൻ തോന്നുന്നതിന് വിലയാണെന്ന് അവരല്ലേ പറയുന്നത്. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചതിനെ ന്യായീകരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഈ പറയുന്ന ഫലകത്തിലൊന്നുമില്ല, പിന്നെ എന്തിനു വില അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ആ പിടിച്ചിരുത്തിയിരിക്കുന്നതിന് എന്ത് ന്യായീകരണത്തിന് വിലയാ? അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു കാര്യത്തിലല്ല. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ഇതെന്തോ തങ്ങളുടെ സ്വകാര്യ സ്വത്താണ് ഗവൺമെൻറ് എന്നുള്ളത് പോലെയാണ്. നിങ്ങൾക്കെന്തോ ഈ പറയുന്ന പോലെ അധികാരം കിട്ടിയിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയാണെന്നുള്ളത് പോലെയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും അതിനല്ല ഉപയോഗിക്കുന്നത്. അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ധൈര്യം ഉണ്ടാകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ കേരളത്തിലെ UDFിൻ്റെ പിന്നെ ആളുകൾ നൽകുന്ന പിന്തുണ കൊണ്ടാണ്. കേരളത്തിലെ ഗവൺമെൻറ് പരസ്യക്കാൻ ശ്രമിച്ചാൽ പിന്തുണ ഉണ്ടാവും UDFിൻ്റെ. കേരളത്തിനെ ഏതൊക്കെ നിലക്ക് അവഗണിക്കാൻ ശ്രമിച്ചാൽ പിന്തുണ ഉണ്ടാവും UDFിൻ്റെ. കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ UDFിന് പിന്തുണ ഉണ്ടാവും. അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ ഈ കാര്യം നടക്കുന്നുള്ളൂ. അതുകൊണ്ട് UDFിന് ഒരു തെറ്റുമില്ല. അവർ കൈകഴുകാൻ വേണ്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ശരി, നല്ല നിലപാട് തന്നെ. പക്ഷേ അന്യായത്തെ അന്യായമായി കാണാൻ നിങ്ങൾക്ക് ആവുന്നില്ല ഒരിക്കലും. കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഈ കൊടിയ അന്യായങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയുണ്ട്. അതിനെതിരായി സംസാരിക്കാൻ നിങ്ങൾക്ക് നാവ് പോകുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ എന്തോ BJP-കാരും CPM-കാരും യോജിപ്പാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ കേരളത്തിൽ ഈ അന്യായങ്ങൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ എന്താ നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ മന്ത്രിമാരെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പോയില്ലേ? യാത്ര നടത്തിയില്ലേ? പൊളിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ ഏർപ്പാട്? ഡൽഹിയിൽ പോയി ഞങ്ങൾ സമരം നടത്തിയില്ലേ? പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറായോ?
അപ്പോ നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ശരി, ഈ ശരി. അന്യായത്തിന്റെ ശരി, മാഷ് ഞാൻ മലയാള തുടരുന്നു. ശരി. ഈ കേരളത്തിൽ നടത്താൻ ബി.ജെ.പിക്ക് ധൈര്യമുണ്ടാവുന്നത്. ഓക്കെ. അത് നിങ്ങൾ കാണണം. ഓക്കെ, എന്തായാലും ഈ ശിലാഫലകം ഇന്ന് രാവിലെ അപ്പം ചുട്ടെടുക്കുന്നവർ എടുക്കുന്ന സാധനമല്ല. അത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് നേരത്തെ തന്നെ തയ്യാറാക്കുന്ന ശിലാഫലകമാണ്. ആ ശിലാഫലകത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേരുണ്ടാവുകയും ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേരില്ലാതിരിക്കുകയും ചെയ്താൽ ഒറ്റ അർത്ഥത്തിനുള്ളൂ, അവസാന നിമിഷം വെട്ടിമാറ്റിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.